ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റി പറയുന്നു. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ശുക്രൻ. ദൈത്യന്മാരുടെ പരമമായ ഗുരുവാണ്, അസുരന്മാരുടെ ആചാര്യനാണ്. ദേവന്മാരുടെ ആചാര്യൻ വ്യാഴമാണ്, അസുരന്മാരുടെ ആചാര്യനാകുന്നു ശുക്രൻ. അതാണ് വ്യാഴവും ശുക്രനും തമ്മിലെ വ്യത്യാസം. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ശുക്രനാണെങ്കിൽ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയും പ്രദാനം ചെയ്യും. വീട്, ആഡംബരം, സുഖഭോഗങ്ങൾ, ഭാര്യാസുഖം, സ്ത്രീ സുഖം, തൗര്യത്രികം, പാട്ട്, സംഗീതോപകരണങ്ങൾ, നൃത്തം, എന്തൊക്കെയാണ് ഭൗതിക സുഖങ്ങൾ. വലിയ വീട്, ബംഗ്ലാവ് ഉണ്ടാക്കുക, ജീവിതം സുഖിക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള പ്രയാണമാണ്. ശുക്രൻ ഇതാ മീനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാണ്. മീനം 27-ന് ശുക്രൻ അത്യുച്ചത്തിൽ നിൽക്കുന്നു. നീച സ്ഥിതി എവിടെയാണ്? കന്നി 27-ാം തീയതി. ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രം മൂലക്ഷേത്രം തുലാം, സ്വക്ഷേത്രം എവിടെയാണ്? ഇടവത്തിലാകും. ശുക്രനെ കൊണ്ടാണ് നാം എല്ലാം ചിന്തിക്കേണ്ടത്. ഒരാൾക്ക് ലോട്ടറി ലഭിക്കുമോ? ക്രയവിക്രയ കുശലഹ, വാങ്ങലും കൊടുക്കലും കച്ചവടം ഒക്കെ ചിന്തിക്കുമ്പോൾ ബുധൻ്റെയും ശുക്രനും യോഗമുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ പെർഫെക്റ്റാണ്. പക്ഷേ ശുക്രനും ഇതിൻ്റെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണെന്ന് അറിയുക. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ കാരകത്വമാണ് ശുക്രൻ. വാങ്ങലും കൊടുക്കലും, ഭൗതികമായ സുഖങ്ങൾ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു. ശുക്രൻ സ്വന്തം ഉച്ചരാശിയായ മീനത്തിലേക്ക് പ്രവേശിച്ചു. എപ്പോൾ പ്രവേശിച്ചു? മാർച്ച് മാസം 1-ാം തീയതി പ്രവേശിച്ചു. കുംഭം 17-ന് പ്രവേശിച്ചു കഴിഞ്ഞു. അതിന് എത്ര ദിവസമുണ്ട്? 25 ദിനങ്ങളാണ് ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചരാശിയിൽ നിൽക്കുന്നത്. മാർച്ച് 1-ന് അദ്ദേഹം മീനൻ രാശിയിലേക്ക് വന്നു. മാർച്ച് 25-ന് ശുക്രൻ മേടൻ രാശിയിലേക്ക് പോകും. മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് ഡോക്ടർ മാരാജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള സ്ഥിതി എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം നാം ചർച്ച ചെയ്യുന്നു. ചാരവശാൽ ശുക്രൻ എവിടെ നിൽക്കുന്നു? കുംഭൻ രാശിക്കാർക്ക് ഉച്ചസ്ഥനായി 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. അവരുടെ വാക്സ്ഥാനത്ത്, ധനസ്ഥാനത്ത് നിൽക്കുന്നു. 2-ൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും ആചാര്യൻ പറഞ്ഞ ഫലം ഒന്ന് മാത്രമാണ്: സുവാക്യ, നല്ല വാക്യം സംസാരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ 2-ൽ നിൽക്കുന്ന ശുക്രൻ വാക്കിലൂടെ വളരെയധികം ഗുണം വരും. വാക്കിലൂടെ ഭാഗ്യം കൈവരും, വാക്കിലൂടെ സുഖം കൈവരും. പ്രവാചകന്മാർക്ക്, പ്രചാരകർക്ക്, അധ്യാപകർക്ക്, എഴുത്തുകാർക്ക് കുംഭൻ രാശി സ്വപ്നം കാണുന്നവരാണ്. സ്വപ്നജീവികൾക്കെല്ലാം തന്നെ തങ്ങളുടെ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരവസരം കൈവരുന്നതാണ് ഈ 25 ദിവസക്കാലം. അതിനു മുൻപ് ആരാണ് ഈ കുംഭൻ രാശിക്കാരെന്ന് അറിയേണ്ടേ? അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടായി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാണ് കുംഭൻ രാശി. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് അവരുടെ 9-ാം ഭാവം, തുലാം രാശിയുടെ ആധിപത്യം, ഭാഗ്യാധിപത്യം. മറ്റൊന്ന് 4-ാം ഭാവം, ഇടവൻ രാശിയുടെ ആധിപത്യം. ഇത് രണ്ടും നല്ല ഭാവമാണ്. രണ്ടും യോഗ ഭാവങ്ങളാണ്. നിൽക്കുന്നതോ ഉച്ചസ്ഥനായി 2-ാം ഭാവത്തിൽ, മീനത്തിൽ. അതിനാൽ ശുക്രൻ നന്നായി 4-ാം ഭാവത്തിൻ്റെ എല്ലാ ധർമ്മവും ചെയ്യും. വാഹനലാഭം വരും, ഭൂമിലാഭമുണ്ടാകാം, ഗൃഹത്തിൽ സമാധാനമുണ്ടാകാം, ഭാഗ്യമുണ്ടാകാം, പൈതൃകമായ ധനം ലഭിക്കാം. ഈ രീതിയിലെല്ലാം തന്നെ പലപ്പോഴും ലോട്ടറിയിലൊക്കെ ലഭിക്കാം, ഭാഗ്യം ലഭിക്കുക. അങ്ങനെയാണ് അവിചാരിതമായി ഗാംബ്ലിംഗ് പ്ലാനറ്റാണ് ബുധനും ശുക്രനും. ഊഹക്കച്ചവടം ചെയ്ത് ക്രയ വിക്രയ കുശലഹ എന്നാണ് ശുക്രന് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ കുംഭൻ രാശിക്കാർക്ക് ഈ ഒരു സമയം വളരെ നല്ലതാണ്. ആ 7 ശനിക്കൊക്കെ പരിഹാരമാകും ഈ ശുക്രനും ശനിയും തമ്മിലുള്ള യോഗമെന്ന് അറിയുക. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. മുഖം ചാരുഭാഷം മനീഷാഭിചാരമി. മുഖം ചാരുഭാഷം, മനോഹരമായി സംസാരിക്കുന്ന മുഖമുണ്ടാകും. മനീഷാഭിചാരമി, നല്ല ബുദ്ധിയുമുണ്ടാകും. സുഖം ചാരു ചാരുണി വാസാംസി തസ്യ. തനിക്ക് മനോഹരമായ വസ്ത്രങ്ങൾ ലഭിക്കും, ആഡംബരങ്ങൾ ലഭിക്കും, അധികാരം ലഭിക്കും. കുടുംബസ്ഥിത പൂർവ്വദേവസ്യ പൂജ്യ കുടുംബേനകിം ചാരു ചാർവാങ്കനാശം. ഭൗതിക സുഖത്തിന് വേണ്ടിയുള്ള ഓട്ടം അത്ര നല്ലതല്ല. എന്നാൽ മറ്റെല്ലാ തലത്തിലും ഈ ശുക്രൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും കുംഭൻ രാശിക്കാർക്കെന്നറിയുക. നന്ദി, നമസ്തേ.